ശവം കഴിക്കുന്നതിൻ്റെ രീതി അത് ചില പ്രത്യേക ദേവതയുടെ അനുഷ്ഠാനത്തിലും സാധനയിലും ചില പ്രത്യേക ക്രമങ്ങളാണ് നമ്മുടെ ആചാര്യന്മാരെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആരുടെയെങ്കിലും വാശി കൊണ്ടോ നിർബന്ധം കൊണ്ടോ അതുമല്ലെങ്കിൽ മറ്റൊരാളെ ഒരു സമൂഹമോ സ്വയം സൃഷ്ടിച്ച ഒരാളെ ഒരു ദേവതയെ അവരോധിക്കാൻ ശ്രമിച്ചാലും സനാതനധർമ്മത്തിൽ അതിൽ സ്ഥാനമില്ല. കാരണം നമ്മുടെ 33 കോടി ദേവതമാരാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഈശ്വരന്മാർ. പിന്നെ അങ്ങ് പറഞ്ഞ ശവശരീരം കഴിക്കുന്ന കാര്യം, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എറണാകുളത്ത് തിരുവിലിറങ്ങുന്നത്. അപ്പോൾ കണ്ട ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്തുള്ളൊരു മേശയിലിരുന്ന ഒരു അമ്മയും മകളും എന്തോ ഒരു ശവം കഴിക്കുകയാണ്. അത് വേവിച്ച ശവമാണെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജിജ്ഞാസയായി. ആ കുട്ടി പറഞ്ഞ മറുപടി അനുസരിച്ചാണ് അവർ കഴിച്ച ശവം ഗോവിൻ്റെ ശവമാണെന്ന് മനസ്സിലാക്കിയത്. ചില കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഭക്ഷണപാത്രത്തിൽ മത്സ്യത്തിന് ശവം കൊണ്ടുപോകാറുണ്ട്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ പ്രകൃതിയുടെ നിയമം തന്നെ ഒന്ന് മറ്റൊന്നിന് ആഹാരമാണെന്നുള്ളതാണ്. ഇലയെ പുഴു കഴിക്കുന്നു, പുഴുവിനെ ഒരു ചെറിയ കിളി കഴിക്കുന്നു, കിളിയെ വലിയൊരു പക്ഷി കഴിക്കുന്നു, ആ പക്ഷിയെ ചെറിയ മൃഗം കഴിക്കുന്നു, മൃഗത്തെ സിംഹം കഴിക്കുന്നു, സിംഹത്തെ അവസാനം ഹയനകൾ കഴിക്കുന്നു. Watch full video on ABC Malayalam.